തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. കൊല്ലപ്പെട്ടത് കല്ലിയൂർ സ്വദേശി വിജയകുമാരി. കഴുത്തറുത്തത് പൊട്ടിയ കുപ്പിയുടെ ചില്ലുപയോഗിച്ച്. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ആഭ്യന്തര തർക്കം സമവായത്തിലേക്ക്. മുഷാവറയിൽ നിന്നും പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കും. തീരുമാനം അടുത്ത മുഷാവറ യോഗത്തിൽ. CIC തർക്ക പരിഹാരവും ചർച്ചയാകും. ലീഗ് അനുകൂലികൾക്കും വിരുദ്ധർക്കും തുല്യ പ്രാധാന്യമുള്ള ഏകോപന സമിതിയും രൂപീകരിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പോറ്റിയെ പത്തനംതിട്ട റാന്നി കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘം. കട്ടിളപ്പാളികളിലെ സ്വർണം പോയ കേസിലും അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുരാരി ബാബുവിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നതിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. തീരുമാനം ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തിൽ. അനുമതി നൽകുക ശുചിത്വ മിഷൻ, മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പുതിയ സമിതി രൂപീകരിച്ചതായി കളക്ടർ. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം വൈകിട്ട് 3 മണിക്ക് നവി മുംബൈയിൽ. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ.